ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സൈഡിലെല്ലാം വലിയ ബോർഡൊക്കെ വെച്ച് പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള ഇഷ്ടികയൊക്കെ എല്ലാവരും സ്ഥലമൊക്കെ പിടിച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാല അടുപ്പുകളൊക്കെ എന്താ അമ്പലത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. 1 കിലോമീറ്ററോളം മുമ്പെത്തിയപ്പോൾ തന്നെ 1 കിലോമീറ്റർ അല്ല കേട്ടോ, ഏകദേശം 2 കിലോമീറ്ററിൻ്റെ ഇപ്പുറം തന്നെ നല്ലോണം എല്ലാവരും അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ. കല്ല് അവിടെ എത്തുമ്പോൾ ഉണ്ടാവും. ഇവിടെയൊക്കെ നാളെ ഈ സമയമാകുമ്പോൾ ഫുള്ള് ജനത്തിരക്കും പൊങ്കാലയൊക്കെ ആയിട്ട് നല്ല വെയിലും ഉണ്ട് ഇവിടെയൊക്കെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 10 മണിയായി. എൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കും ഒരു 2.5 മണിക്കൂറേ ഉള്ളൂ ആറ്റുകാല. എൻ്റെ വീട് അടൂരാണ്. അപ്പോൾ അവിടുന്ന് ഒരു 2.5 മണിക്കൂറേ ആറ്റുകാലുള്ളൂ. അപ്പോൾ ഞങ്ങൾ 10 മണിക്കാണ് ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇപ്പോൾ ഒരു 12:45 1 മണി ആവാറായി. നല്ല ബ്ലോക്കുണ്ട്. നല്ല ബ്ലോക്കാണ്. കുറേ നേരമായി ഞങ്ങൾ ഈ ബ്ലോക്കിൽ കിടക്കണം. കാരണം ഉച്ചയ്ക്ക് എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. ദൂരേന്നൊക്കെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ദൂരേന്നൊക്കെ എല്ലാവരും സാധനങ്ങളൊക്കെ ആയിട്ട്, വണ്ടി നിറയെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ അന്നദാനത്തിന്റെ ക്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ് ഫുഡ് കഴിക്കാൻ. ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോറിന് കുറേ നേരം ക്യൂ നിന്ന്, ചോറ് കിട്ടിയില്ല. അവസാനം ദോശ സാമ്പാറും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇതാണ് അമ്പലം, ശാസ്താവമ്പലം. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ആറ്റുകാലമ്പലം. ചോറ് അന്നദാനം തീർന്നാൽ ഇവിടെ ബിസ്ക്കറ്റും വെള്ളവും കൊടുക്കുന്നുണ്ട്. ആരും വിശന്ന് അങ്ങനെ പോകില്ല. അതാ പറ്റണേ പറഞ്ഞു. അതിലും കുറച്ചിടാറുണ്ട് ആൾക്കാർ. $40 തൊട്ടുണ്ടല്ലേ? അതൊക്കെ തീരെ ചെറുത് കൊച്ചുങ്ങൾക്ക്. പലതാണോ? പ്ലേറ്റ് ഇല്ലേ ഇവിടെ? ഇവിടെ പ്ലേറ്റ് ഇല്ലേ? ഇടലേ ഞങ്ങൾ എന്നിട്ട് പോയി ഇങ്ങനെ മറ്റേ പേപ്പറിൽ മേടിച്ച് അമ്പലത്തില് ഇല്ലേ? ഞങ്ങള് ആദ്യമായിട്ട് പൊങ്കാലയിടാൻ വന്നതാ. ഞങ്ങൾ എറണാകുളം. കാലത്ത് വന്നുള്ളൂ, ഒരു ഉച്ച സമയം. തൊഴുതില്ല, തൊഴാൻ രാത്രി 10 മണിക്ക് പോവാന്ന് വെച്ചിരിക്കുക. എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ശിവേലിയെങ്കിലും കാണാൻ പറ്റുമോ? ശിവേലിയൊന്നും ഇല്ലടി ഇവിടെ. ശിവേലി ഉണ്ട്, പിന്നെ ശിവേലി ഇപ്പോഴോ? രാവിലെ ശരം വെയിലും കാര്യങ്ങളോ രാവിലെ വന്നപ്പോഴേ മെനക്കെട്ട് പോകണ്ടായിരുന്നു. താമസം എവിടാ? രമ്യ റെസിഡൻസ് എവിടെ? 100 മീറ്റർ അപ്പുറം. റൂമെടുത്തോ? ആ റൂമെടുത്തു. പത്മനാഭസ്വാമിന് 3:30 പോയി തൊഴാൻ പറ്റുമല്ലോ അല്ലേ? എന്നാലും ഒരു 1.5 മണിക്കൂർ അത്ര രാവിലെ. സാരി വേണോ അല്ലെങ്കിൽ മുണ്ട് വേണം കേട്ടോ? സാരി ചുരിദാർ പറ്റൂല. ഉച്ചയായി വന്നപ്പോ അല്ല ഞാൻ പറഞ്ഞോ. ചേച്ചി ഞാനുണ്ടായിരുന്നേ ഇവിടെ, അവിടെ ഒന്ന് സംസാരിക്കുക. അമ്പലത്തിൽ തൊഴാൻ പോണ ടൈം ചോദിച്ചു.
അത് പറ ക്യൂ എന്തിൻ്റെ? ഇവിടെ രാത്രി ഇഡലി അല്ലേ, ആ ഇഡലി. ഇഡലിക്കുള്ള ക്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും കാണും അന്നദാനവും അങ്ങനെ ആയിട്ട്. ഇവിടെ ഹോട്ടലൊക്കെ കുറവായിരിക്കും ഈ പൊങ്കാല സമയത്ത്. ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ അന്നദാനവും അങ്ങനെയൊക്കെ. ഇവിടെ ഇപ്പം ഇഡലി സാമ്പാറൊക്കെ കൊടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ചപ്പാത്തി കറിയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫുഡിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് അറിയാത്തോണ്ടായിരുന്നു. എപ്പോഴും ഫുഡും ചായയും സ്നാക്സ് ഒക്കെ ആയിട്ട് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ഇവിടുത്തെ സേവാസമിതിയുടെ ഫുഡാണ്. അടിപൊളി സാമ്പാർ എല്ലാം ഉണ്ട്. ഇനി കുറച്ച് അപ്പുറത്ത് മാറി അപ്പുറത്തെ ജംഗ്ഷനിലാണ് ചപ്പാത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് എവിടെയാണെന്ന് വെച്ചാൽ പോയി വാങ്ങിച്ചു കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അവിടെ എന്താ ചെരുപ്പ് 50 രൂപ, ഏതെടുത്താലും 50. ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം ഇവിടെ വന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാം മറ്റേ എന്താ പറയണേ, എല്ലാം ചീപ്പ് റേറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. ഈ കലം അങ്ങനെയുള്ള പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള അരി എല്ലാം ഇവിടെ ഉണ്ട്. 10 രൂപ തൊട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും. എന്തായാലും നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടി മാത്രമല്ലേ വാങ്ങണം, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. ഇത് നമ്മുടെ ആറ്റുകാലമ്മയുടെ അടുത്തുനിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഒരു അടുത്ത് തന്നെയാണ്. കുറച്ച് നടന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് എന്താവശ്യത്തിന് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റേ അടിപൊളിയാണ്. ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് പൊങ്കാല ഇടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം ടോട്ടലൊരു വൈബാണ്. പുറത്ത് പാട്ടും ബഹളവും ഒക്കെ ആയിട്ട്. നാളെയാണ് പൊങ്കാല, അപ്പം അതുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ പൊളിയാണ്. ഇവിടെ 1300 തൊട്ട് റൂം റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ തന്നെ പൊങ്കാല ഇടാം. നിങ്ങൾക്ക് നോക്കിയ ആളുകളെയൊക്കെ കാണാം. പിന്നെ നൈറ്റ് ഫുള്ള് ഇവിടെ ഓണാണ്. അതേ പാട്ടും ബഹളമൊക്കെ ആയിട്ട് പൊള്ളിയാണത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. നല്ല പാട്ടൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാരൊന്നും ഉറങ്ങണില്ല. എല്ലാവരും അമ്പലത്തിലേക്ക്. അമ്പലം തന്നെ 2 മണി വരെ ഉണ്ട് ഇന്ന് അമ്പലം. അപ്പം ഞങ്ങളും അമ്പലത്തിൽ ഇതുവരെ തൊഴുതില്ല. ഞങ്ങൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോവുക. 2 മണി വരെ അമ്പലമുണ്ട്. അത് കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പോവാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കട്ടെ, സമയം കിട്ടാതെ എല്ലാം ചെയ്യണം. കൊള്ളട്ടെ. ഇത് 150 രൂപയേ ഉള്ളൂ. ഇത് അടിപൊളി സാധനമാണ്. ഹായ്, ക്യൂട്ട് ഗണപതിയും മുരുകനും കൊള്ളാം. പിള്ളേർക്ക് പറ്റിയ പസിൽ ഗെയിം, പസിൽ ഷിപ്പ്. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. 2 മണി വരെ അമ്പലമുണ്ട്. തൊഴാൻ പറ്റുമോ എന്നറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും പോയി നോക്കാം. തൊഴാൻ പറ്റിയ ഭാഗ്യം. എല്ലാ കോർണറിലും എന്തൊക്കെയായിട്ട് കഴിക്കാനൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കഴിക്കാട്ടെ. ഇവിടെ അപ്പവും നല്ല സ്റ്റൂവും വെജ് സ്റ്റൂ ഒക്കെയാണ് കേട്ടോ ഇവിടെ. ഫുഡിൻ്റെ കാര്യം ഓർത്ത് ആരും പേടിക്കേണ്ട. ആറ്റുകാൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് 24 മണിക്കൂർ ഇവിടെ ഫുഡ് ഉണ്ടാവും. അതും ഫ്രീ ആയിട്ട് കേട്ടോ. ഒരു പൈസ കൊടുക്കണ്ട. ഫ്രീ എന്ന് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണ പോലെ ഒഴിച്ചാലും ഒഴുകി പോകുന്ന സാമ്പാറൊന്നും നല്ല തിക്ക് സാമ്പാറൊക്കെയാണ് ഞങ്ങൾക്ക് ഇഡലിക്ക് കിട്ടി. അടിപൊളി ചട്നിയായിരുന്നു. അത്രയും ടേസ്റ്റ് ഫുഡാണ്.
അമ്മയുടെ തിരുസന്നിധിയിൽ ദീപാരാധനയായി നാളെ അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാ സമയം ദേ 2:35 ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 700 മീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയത്. ഈ സമയത്തും തിരുവനന്തപുരം ഇങ്ങനെ ഫുൾ ഓണായിട്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ കടകളും ഓപ്പണാണ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെളുപ്പിന് 3 മണിക്കാണ് നിർമ്മാല്യം. അപ്പം ഞങ്ങൾ നിർമ്മാല്യം തൊഴാൻ വേണ്ടി പോവാം. ഇപ്പോഴാണ് ഞങ്ങൾ 1 മണിക്കാണ് ആറ്റുകാൽ തൊഴുതല്ലേ. ഞങ്ങൾ എത്ര മണിക്കാണ് ക്യൂവിൽ നിന്ന്? 11 മണി. 11 മണിക്ക് ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഞങ്ങൾ 1 മണിക്കാണ് ആറ്റുകാൽ കയറി തൊഴുതത്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് തൊഴാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെയും തൊഴാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൊഴാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ല ആറ്റുകാൽ പോയത്. ചോദിച്ച എല്ലാവരും പറഞ്ഞത് ഇന്നത്തെ ദിവസം നോക്കണ്ടെന്നാണ്. നാളെ പൊങ്കാലയായതുകൊണ്ട് ഇന്നത്തെ ദിവസം നോക്കണ്ട, തൊഴാൻ പറ്റൂല എന്നാണ്. പക്ഷേ പോയി അടിപൊളിയായിട്ട് തൊഴുതു. ഇനിയിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ ആണോ എന്നറിയില്ല. കാരണം അവിടെ ഓരോ മണിക്കൂർ എന്തോ ആണെന്ന് തോന്നുന്നു തുറക്കണതും പിന്നെ ഗ്യാപ്പിട്ട് അടയ്ക്കണുണ്ട്. അപ്പം നോക്കാം. എന്തായാലും നിർമ്മാല്യം തൊഴാൻ കയറി നിൽക്കാം. ചുരിദാർ അവിടെ അലൗഡല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചുരിദാറിൻ്റെ മുകളിൽ കൂടെ മുണ്ടോ നേരിയതോ ഒക്കെയാണ് ഉടുക്കേണ്ടത്. അപ്പം ചുരിദാർ ഇടുന്നവർക്ക് അതിൻ്റെ മണ്ടയിൽ ഒരു മുണ്ട് എടുത്തിട്ട് കയറാൻ പറ്റും. പിന്നെ അറിയാലോ, ഫോണൊന്നും ഒട്ടും അലൗഡല്ല അവിടെ. ഞങ്ങൾ എത്തിയിട്ട് ബാക്കി വിശേഷം പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അതിൻ്റെ ബാക്ക് സൈഡാണ്, ഫ്രണ്ട് അപ്പുറം തോന്നുന്നു. 1 മിനിറ്റ് മുമ്പ് നേരിയതും നോക്കട്ടെ. സ്കേർട്ട് നെയ്പ്പിച്ചിട്ട് വരട്ടെ. അമ്മ ഇവിടെ ഉണ്ടാവില്ല? ഞാനിവിടെ ഉണ്ടാവും. ഞാൻ ഇപ്പം തന്നെ വരും. അല്ല, വരുമ്പോഴത്തേക്കിന് ക്യൂ വലുതാവും. എന്നാ ഷർട്ട് നന്നായിട്ട് പത്മനാഭനെയും ആറ്റുകാലമ്മയും തൊഴാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ല വന്നത് കേട്ടോ. ആ നടവരൊന്ന് പോവാന്ന് വെച്ചിട്ടാണ് ഈ 2 അമ്പലത്തിലും ഇറങ്ങിയത്. പക്ഷേ അടിപൊളിയായിട്ട് കണ്ട് നന്നായിട്ട് നിന്ന് തൊഴാൻ പറ്റി. സാധാരണ ഓടിച്ചു വിടൂലേ, അതിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും തിളക്കം ഉണ്ടായിരുന്നു. എങ്കിലും പക്ഷേ കണ്ട് മനസ്സ് നിറഞ്ഞ് തൊഴാൻ പറ്റി. ഭയങ്കര അതിൻ്റെ നല്ല സന്തോഷമുണ്ട്. നിനക്കും തൊഴാൻ പറ്റിയില്ലേ? ഇനിയിപ്പം ഞങ്ങൾ പഴവനങ്ങാടി ഗണപതി ടെമ്പിളിലേക്ക് പോവാണ്. ഇവിടുന്ന് തന്നെ പത്മനാഭൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു 6 മിനിറ്റ് കാണിക്കണുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെയും കൂടി പോയി തൊഴാൻ പോവാം. 1.2 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇത് പഴവനങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മുടെ പൊങ്കാലയാണ്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തൊഴാം. പൊങ്കാല ഇടാനൊക്കെ എത്തിച്ചേരാനൊക്കെ പറ്റും. പൊങ്കാല ഇടാനുള്ള അടുപ്പുകളെല്ലാം
പൊന്നും വെയിൽ അൺസഹിക്കബിൾ.